മുഹമ്മദ് ആഷിഖ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാന വാർത്തകൾ? ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് വാർത്തകളിൽ ഒരു തിരക്ക് കുറവുണ്ടാകുമോ? മറ്റൊന്ന് പ്രധാനമായി ചോദിക്കാനുള്ളത്, നമ്മൾ കുറച്ച് ദിവസമായി നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ എൻജോയ് ചെയ്ത് വരികയാണ്. പക്ഷേ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് പറയുന്നു ഇനിയുള്ള 2 ദിവസം ശക്തമായ ചൂടായിരിക്കും, താപനിലയിൽ വലിയൊരു ഉയർച്ചയുണ്ടാകുമെന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഭാസം എന്നറിയാമോ? ദിവ്യ, ജനുവരി പകുതിയായിട്ടേ ഉള്ളൂ. മഞ്ഞുകാലത്തിന്റെ ദിവസങ്ങളാണ് കടന്നു പോകുന്നതെങ്കിലും സംസ്ഥാനത്ത് കനത്ത ചൂട് ആണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. പകൽ നേരങ്ങളിൽ ശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നും നാളെയും ശക്തമായ താപനില അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഉച്ചനേരങ്ങളിൽ പകൽ 11 മണി മുതൽക്ക് അങ്ങോട്ട് 2 മുതൽ 3 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഉണ്ടാകുന്ന ആഗോളതാപനവും മറ്റ് പ്രതിഭാസങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് താപനില വർധനവിന് കാരണമാകുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം അടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത സ്വീകരിക്കണമെന്നും അധികം വെള്ളം കുടിക്കണമെന്നും വെയിലത്തേക്ക് ഇറങ്ങരുത് എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മഞ്ഞുകാലം അങ്ങ് ആസ്വദിച്ച് കഴിയാൻ നമുക്ക് കഴിയുന്നില്ല. പകൽ കനത്ത ചൂടിലേക്കാണ് കടന്നു പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസമാണെങ്കിലും വാർത്തകൾ ഉണ്ടാകും. പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, നിയമസഭാ പുസ്തകോത്സവം നടക്കുന്നുണ്ട്, വിവിധ ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. പ്രമുഖരായ സാഹിത്യകാരന്മാരും രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളടക്കം എത്തി വിവിധങ്ങളായ ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ട്. ആ ഫെസ്റ്റിവലിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സമാധി അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് സ്ലാബിട്ട് മൂടിയത് നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് വലിയ ചർച്ചയാകുന്നതും. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ സമാധിയായി എന്ന് പറയപ്പെടുന്ന മൃതദേഹം പുറത്തെടുത്ത് നടത്തേണ്ട പരിശോധനയാണ്. നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് മാൻ മിസ്സിംഗ് കേസാണ്. പക്ഷേ അത് മറ്റേതെങ്കിലും തരത്തിലോട്ട് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കളക്ടറുടെ പ്രത്യേക അനുമതി ലഭിച്ചിട്ട് വേണം ഈ മൃതദേഹം പുറത്തെടുത്ത് മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കെല്ലാം വിധേയമായി ഏത് രീതിയിലാണ് മരണം സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തേണ്ടത്. അതേസമയം മൊഴി രേഖപ്പെടുത്തുന്ന പ്രക്രിയ തുടരുകയാണ്. വിവിധ ഇപ്പോൾ മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മക്കളുടെ നിന്നും അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. മക്കളുടെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന മൊഴിയിൽ തന്നെയും പലവിധ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോപൻ സ്വാമി സ്വമേധയാ ഈ പറയുന്ന സമാധിയായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്വമേധയാ ഏതാണ്ട് ഒരു 11:30 വന്നിരുന്നു സമാധിയായി എന്നാണ് മക്കൾ പറയുന്നതെങ്കിൽ രോഗിയായി കിടപ്പിലായിരുന്നു ഗോപൻ സ്വാമി എന്ന് ബന്ധുക്കളടക്കം മൊഴി നൽകിയിട്ടുണ്ട്. ഇതിലുള്ള വൈരുദ്ധ്യമടക്കം പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രശ്നം കുഴിക്കഴിക്കാൻ വേണ്ടി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കടക്കം വിധേയമാക്കണമെന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് കളക്ടറുടെ ആ വിഷയത്തിലൊരു അനുവാദം തേടുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അനുവാദം ലഭിച്ചാൽ ഇന്നോ നാളെയോ മൃതദേഹം പുറത്തെടുക്കും, മറ്റ് നടപടികൾക്ക് വിധേയമാക്കും. ഏതായാലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതെന്ന് തന്നെ പറയാം. ഏതായാലും ആ വിഷയത്തിലൊരു ദുരൂഹത ചുരുളഴിയേണ്ടതുണ്ട് ദിവ്യ. യെസ്, താങ്ക് യു ആഷിഖ്. എന്തായാലും ആഷിഖ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. ഇന്നും വരുന്ന 2 ദിവസവും നല്ല ചൂടായിരിക്കും സംസ്ഥാനത്ത്. അപ്പോൾ 2 കാര്യങ്ങൾ പുറത്തു പോകുമ്പോൾ ബാഗിൽ എടുത്തു വയ്ക്കാൻ മറക്കണ്ട. ഒന്ന് ഒരു കുടയാണ്, മറ്റൊന്നൊരു കുപ്പി വെള്ളമാണ്. നിർജ്ജലീകരണവും അതുപോലെ തന്നെ ശക്തമായ ചൂടിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.